ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ എന്തൊക്കെ മേടിച്ചു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ബാക്ക് ടു സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ബാഗ്, കുട അങ്ങനത്തെ സാധനങ്ങളല്ല മേടിച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാ വർഷവും സ്കൂൾ തുറക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും. അതാണ് ഞാൻ മെയിനായിട്ട് മേടിച്ചിട്ടുള്ളത്. പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങളും കൂടെ മേടിച്ചിട്ടുണ്ട് എക്സ്ട്രാ. അങ്ങനത്തെ ഐറ്റംസാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ഹോൾ വീഡിയോ ആണ് ഇതിലുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. ബാക്ക് ടു സ്കൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക കുട, ബാഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഞാൻ അങ്ങനത്തെ ഒന്നല്ല മേടിച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാ വർഷവും സ്കൂൾ തുറക്കുന്ന സമയത്ത് സ്കൂൾ സപ്ലൈസ് ഉണ്ടാവുമല്ലോ, അതായത് പെൻസില്, പെന്ന് അങ്ങനത്തെ കുറേ സാധനങ്ങൾ. അപ്പോൾ ഞാൻ അങ്ങനത്തെയാണ് മേടിച്ചിട്ടുള്ളത്. അതിൽ കുറച്ച് ക്യൂട്ടും എസ്തെറ്റിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് മേടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ ഷോപ്പിംഗ് ഹാളിൻ്റെ ഒരു വീഡിയോ ആയിരിക്കും ഇത്. ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഹാൾ എന്നൊക്കെ വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ബാഗ്, കുട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ അതൊന്നല്ല കേട്ടോ. എല്ലാ വർഷവും നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ സ്കൂൾ സപ്ലൈസ് എന്ന് പറഞ്ഞിട്ട് മേടിക്കില്ലേ, അതാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അതിലത്തെ കുറച്ച് സാധനങ്ങൾ ക്യൂട്ടും ആസ്തെറ്റിക് ആയിട്ടുള്ള രീതിയിലൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ നോക്കിയിട്ട് ഒക്കെയാണ് മേടിച്ചിട്ടുള്ളത്. എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ മേടിച്ചിട്ടുള്ളൂ. ആവശ്യമില്ലാത്ത ഒരു സാധനം ഞാൻ മേടിച്ചിട്ടില്ല. ബാഗ് എൻ്റെ കയ്യിലുണ്ട്, കുട എൻ്റെ കയ്യിലുണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഈ പെന്ന്, ബുക്ക് അങ്ങനത്തെയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറച്ച് മേടിച്ചിട്ടുണ്ട്. ഞാൻ മെയിനായിട്ട് മേടിച്ചതെന്ന് പറഞ്ഞാൽ ഈ പെൻസിൽ കേസ്, ബുക്ക്, പെന്ന് അങ്ങനത്തെ സാധനങ്ങളാണ്. ഇനി പറഞ്ഞ സമയം കളയുന്നില്ല, ഞാൻ എന്തൊക്കെയാണ് മേടിച്ചത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ബുക്ക് കവറാണ്. നോർമൽ ബുക്ക് കവർ തന്നെയാണ്. ഇതുപോലത്തെ ഒരു വലിയ റോള് മേടിച്ചിട്ടുണ്ട്. ഇതെനിക്ക് അത്യാവശ്യമാണ്, കാരണം നോട്ട്ബുക്കൊക്കെ കവർ ചെയ്യാനായിട്ട്. ഞാൻ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിലൊക്കെ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ എന്തോ ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു, അതായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനിപ്പോൾ ഇതാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബുക്ക് ചട്ട ഇടണമല്ലോ, ആ ഒരു ഇതിന് വേണ്ടി മാത്രം മേടിച്ചതാണ്. ഇതിപ്പോൾ ഒരു മഴ നനഞ്ഞാൽ അപ്പോൾ കീറിപ്പോവും. പ്ലാസ്റ്റിക് ആണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം. ഇനി സെക്കൻഡ് ഞാൻ കാണിക്കാൻ പോകുന്ന സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊരു കവായി തീമിൽ വരുന്ന പെൻസിൽ കേസാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു കവായികൾ ഇവിടെ എഴുതിയിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ അവിടെ സൺഡേ റെക്കോർഡ്, സ്വീറ്റ് ലൈഫ് എന്നൊക്കെ എഴുതിയിട്ട് അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിങ്ക് കളറായി കാരണം എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ്. 2 സിബ് വരുന്നുണ്ട്, ഇവിടെ ഉണ്ട്, ഇതിൻ്റെ ഉള്ളിലും ഉണ്ട്. പുറമേ സിബിൽ എന്ത് വയ്ക്കാമെന്ന് എനിക്കറിയില്ല. ഉള്ളിൽ ഇപ്പോൾ അത്യാവശ്യം സാധനങ്ങൾ വയ്ക്കാം. ഫ്രണ്ടിലത്തെ സിബിൽ വലിയ സ്റ്റോറേജ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഐറ്റം കാണണ്ടേ, വാട്ടർ ബോട്ടിൽ. ഡ്രിങ്ക് മോർ വാട്ടർ എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിലാണ്. 1 ലിറ്ററിൻ്റെ ആണ് വരുന്നത്. പിന്നെ ഞാനിത് ചോക്ലേറ്റ് കളറിലാണ് മേടിച്ചത്. അതിൻ്റെ ഓപ്പണിംഗ് ഒക്കെ ഭയങ്കര ഈസി ആട്ടോ. അത് ഇവിടെ പിടിച്ചിട്ട് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് കുടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ കുടിക്കാം, ഇങ്ങനെയാണ് വരുന്നത്. ഈസിയാണ് ഉപയോഗിക്കാനൊക്കെ. 1 ലിറ്ററിൻ്റെ ഒരു അടിപൊളി ചോക്ലേറ്റ് കളർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ് കളർ. സംഭവം അടിപൊളിയായിട്ട് കമൻറ്റ് ചെയ്തോളൂ. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള സാധനങ്ങളൊക്കെ പഠിപ്പുമായി വളരെ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. ആൻഡ് അതാണിത്, സ്റ്റിക്കി നോട്ട്സ്. ഇത് ഞാൻ എല്ലാ വർഷവും മേടിക്കും. നോട്ട്സൊക്കെ നോട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് തുടങ്ങി 2-3 മാസമൊക്കെ ഇത് ചെയ്യും. പിന്നെ അത് കഴിയുമ്പോൾ അവിടെ ഇവിടെ കിടക്കണം. കഴിഞ്ഞ വർഷം മേടിച്ചത് ഇവിടെ ഉണ്ട്, പക്ഷെ എന്നാലും ഞാൻ ഇത് മേടിച്ചിട്ടുണ്ട്. കാരണം ലാസ്റ്റ് ഇയർ ആണല്ലോ സ്കൂൾ ലൈഫിൽ, അത് കാരണം മേടിച്ചതാണ് പഠിപ്പ് കുറച്ചും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ 4 കളറിൽ വരുന്നതാണ്. നെക്സ്റ്റ് ഞാൻ മേടിച്ചിട്ടുള്ളത് ലെക്സിയുടെ 10 പെൻ വരുന്നൊരു പാക്കറ്റാണ്. സാധാരണ ഇത് ആക്ച്വലി ഒരു പാക്കറ്റ് തികയുമെന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. പക്ഷേ എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ ഒരു പെൻ യൂസ് ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പെൻ മാറ്റാനുള്ളൊരു ഇത് തോന്നും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഒരു പാക്കറ്റ് മേടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഒരു പാക്കറ്റ് മേടിച്ചിട്ടുള്ളത്. നമുക്ക് മാറ്റാം. പിന്നെ എനിക്കൊരു സംഭവം എൻ്റെ മനസ്സിലുണ്ട്, എത്ര പേന ഞാൻ ഈ വർഷം ഉപയോഗിക്കുന്നുള്ളത് എനിക്ക് നോക്കണമെന്നുണ്ട്. അപ്പോൾ എഴുതി കഴിഞ്ഞ് പേനകൾ ഇങ്ങനെ സൂക്ഷിച്ചെടുത്ത് വയ്ക്കാം, അതൊക്കെ ഒരു മെമ്മറീസ് ആയിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ എനിക്കുള്ള വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ പുതിയ പേനയൊക്കെ എടുക്കും, പകുതി ഇങ്ക് പോലും ആയിട്ടുണ്ടാവില്ല, അപ്പോഴത്തേക്കും ആ പേന കാണാണ്ടായിട്ടുണ്ടാവും. കാരണം എന്താ, വീട്ടിലിങ്ങനെ പാക്കറ്റ് കണക്കിന് പെണ്ണ് ഇരിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരാറുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ അപ്പോൾ മേടിക്കുന്നതാണ് എനിക്ക് നല്ലത്. ഇപ്പം എന്തായാലും ഒരു പാക്കറ്റ് മേടിച്ചിട്ടുള്ളൂ, ബാക്കി നമുക്ക് വഴിയെ മേടിക്കാം. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് കൊറിയൻ വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് മേടിക്കണമെന്ന് ആഗ്രഹിച്ചൊരു സാധനമാണ്. ക്യൂട്ടായിട്ടുള്ള ഒരു ഷാർപ്നറാണ്. ഒരു പപ്പിയാണ് കേട്ടോ, യെല്ലോ കളറിൽ വരുന്നത്. വീഡിയോയിൽ കാണുന്നൊന്നും എനിക്കറിയില്ല, ഞാൻ എന്തായാലും ബാക്ക് ക്യാമറ വെച്ച് കാണിക്കാം. ഇതുപോലത്തെ ഒരു സാധനം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വേസ്റ്റും നമുക്ക് ക്ലാസ്സിൽ കളയേണ്ട, ഇതിൽ തന്നെ വന്നിട്ട് വീട്ടിൽ വെച്ചിട്ട് കളഞ്ഞാൽ മതി. ഇത് ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്കിലാണ് ഷാർപ്പണിങ് പോയിൻറ്റ് വരുന്നത്. അതുപോലെ സംഭവം ക്യൂട്ടായിട്ട്. നെക്സ്റ്റ് നമ്മൾ മേടിച്ചിട്ടുള്ളത് ഹൈലൈറ്റേഴ്സാണ്. കാണുന്നില്ലേ, ഇതുപോലത്തെ ക്യാമലിൻ്റെ ബ്ലൂവും അതുപോലെ തന്നെ ഗ്രീനും, അങ്ങനെ 2 കളറാണ് മേടിച്ചിട്ടുള്ളത്. കുറച്ച് ബ്രൈറ്റാട്ടോ ബ്ലൂ. ഇനിയൊരു ഇംഗ്ലീഷ്, ബോട്ടണി, അതായത് ബയോളജിക്കൊക്കെ ബ്ലൂവും, ഗ്രീൻ നമുക്ക് വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കാം.
അങ്ങനെ 2 ഹൈലൈറ്റേഴ്സ് മേടിച്ചു. പിന്നെ ഞാൻ മേടിച്ചതെന്ന് പറഞ്ഞാൽ നോട്ട്ബുക്സാണ് മേടിച്ചത്. ഇല്ലില്ല, ഒരു സാധനം കൂടി കിട്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നോട്ട്ബുക്കുകളാണ്. ഒരു 10-20 നോട്ട്ബുക്ക് ഞാൻ ഇങ്ങനെ ബണ്ടിലായിട്ട് മേടിച്ചേക്കാണ് ഇതുപോലെ. അപ്പോൾ നമുക്ക് കഴിയുന്നതിന് എടുക്കുകയും ചെയ്യാം. റഫ് ബുക്കായിട്ടും നോട്ട്ബുക്കായിട്ടും ഇത് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ പേജിന്. ഇതും ഹോൾസെയിൽ തന്നെയാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്, തൃശ്ശൂരിനാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓൾമോസ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട്. പിന്നെ നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ ബണ്ണും അങ്ങനെ സാധനങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് കാരണം എനിക്ക് മാമ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ 3 ബണ്ണിൻ്റെ ഒരു സാധനം, പിന്നെ ഒരു കീ ചെയിൻ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു 3 ടൈപ്പ് ഓഫ് ബണ്ണാണ് വരുന്നത്. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഇതുപോലത്തെ ഒരു കീ ചെയിനാണ്. ഇത് ഞാൻ ഓൾറെഡി ബാഗും ഇട്ടു, കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ ബാഗ്. ഒരു ബ്ലാക്ക് കളറാണ്, ജെന്നിയുടെ ബാഗാണ് വരുന്നത്. ഇതാണ് ആ ഏഞ്ചൽ എന്ന് പറയുന്നത്. ഇതും മാമ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഈ കീ ചെയിൻ. ഇതാണ് എൻ്റെ ബാഗ്. ഇത് ഞാൻ കഴിഞ്ഞ വർഷം മേടിച്ചതാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഈ വർഷം ഞാൻ ഉപയോഗിക്കുക. ഇപ്രാവശ്യം ഞാൻ ബാഗ് മേടിച്ചില്ല, കാരണം +1 മേടിച്ച ബാഗാണ് ഇത്. അപ്പോൾ ഇനി ഈ വർഷം കൂടെ അല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി പുതിയ ബാഗിൻ്റെ ആവശ്യമില്ല. ഇതാണെങ്കിൽ നല്ല ബാഗാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു പാറ്റേൺ. ഫുൾ ഓഫ് ഹാർട്ട്സ് ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം 3 കമ്പാർട്ട്മെൻറ്റ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ സെപ്പറേഷനും ഉണ്ട് കേട്ടോ. ഫസ്റ്റ് സിബിലും ഉണ്ട്, സെക്കൻഡ് ലാസ്റ്റിലത്തെ ഒരു കമ്പാർട്ട്മെൻറ്റിലും ഇതുപോലെ സെപ്പറേഷൻ വരുന്നുണ്ട്. നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ എനിക്ക് ഈ ബാഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മാറ്റാനും പറ്റുന്നില്ല. ലാസ്റ്റ് ഇയറായ കാരണം എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ്. ഇനിയും 1-2 സാധനങ്ങളോട്. നെക്സ്റ്റ് ഞാനിവിടെ നോട്ട്ബുക്സൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ഒട്ടിക്കാനുള്ള നെയിം സ്ലിപ്പ്, അതാണ് മെയിൻ. ഞാൻ +2 എത്തിയെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഡോറിമോൻ്റെ നെയിം സ്ലിപ്പാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡോറിമോൻ. അപ്പോൾ ഞാൻ അതാണ് നെയിം സ്ലിപ്പായിട്ട് വെക്കുന്നത്. ഇത് ഒരു ഷീറ്റ് മതി, എനിക്ക് 6 സബ്ജക്റ്റല്ലേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ ഡോറിമോൻ്റെ ഒരു വലിയ നെയിം സ്ലിപ്പിൻ്റെ ഷീറ്റ് മേടിച്ചിട്ടുണ്ട്. കളിയാക്കുന്നവരുണ്ടാവും, പക്ഷേ എനിക്ക് ബാർബി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഇഷ്ടം. പ്രിൻസസിൻ്റെ ആണ് അവർക്ക് മേടിച്ചത്, ഞാൻ ഡോറിമോൻ്റെ ആയിട്ടാണ് മേടിച്ചത്. പോക്കിമോനും അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഡോറിമോനെയാണ് എടുത്തത്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതും കൂടെ മേടിച്ചു. അപ്പോൾ ഒരുവിധം എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. ശരിക്കും പറഞ്ഞാൽ അവിടെ വലിയവർക്ക് മറ്റേ പ്ലെയിൻ ആയിട്ടുള്ള റെഡ് ഇങ്ങനെ 4 സൈഡിൽ വരുന്ന നെയിം സ്ലിപ്പില്ലേ, അതൊക്കെ അവിടെ ഉണ്ട്. എന്നിട്ടാണ് ഞാൻ ഈ ഡോറിമോനൊക്കെ മേടിച്ചു കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് പൗച്ച് വരുന്നത്. സൺഡേ റെക്കോർഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൽ. ഫ്രണ്ട് ക്യാമറയിൽ ഞാൻ എടുത്തപ്പോൾ പൗച്ചിന് ഇത്ര കളർ ഉണ്ടായിരുന്നില്ല. ബോട്ടിലിനൊക്കെ സെയിം കളർ തന്നെയാണ്, കുറച്ചും കൂടെ പിങ്ക് കൂടുതലുണ്ട് കേട്ടോ ബാക്ക് ക്യാമറയിൽ കാണിക്കുമ്പോൾ. അത്രയ്ക്കും ഇല്ല. പിന്നെ ഇത് 3 ടൈപ്പിൽ വരുന്ന ബണ്ണുകളാണ്. ചോക്ലേറ്റ് കളർ തന്നെയാണ് കേട്ടോ ഞാനത് കൊടുത്തത്. ഇത് പിന്നെ സ്റ്റിക്കി നോട്ട് 4 കളറിൽ വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ക്യൂട്ടായിട്ടുള്ള ഷാർപ്പനർ. അത് ഫ്രണ്ട് ക്യാമറയിൽ ഇത്ര ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാമെന്ന് എനിക്ക് പറ്റില്ല, യൂസ് ചെയ്യാൻ തോന്നുന്നില്ല കേട്ടോ, കാരണം അത്രയ്ക്കും ക്യൂട്ടാണ്. ഇതിൻ്റെ അകത്ത് വേസ്റ്റും ഇതിൽ തന്നെ വെക്കാൻ വേണ്ടി പറ്റും. പിന്നെ 2 ഹൈലൈറ്റേഴ്സ് പറഞ്ഞ പോലെ തന്നെ ഗ്രീനും 1 ബ്ലൂവും ക്യാമലിൻ്റെയാണ്. പൗച്ച് എനിക്ക് എന്താണെന്ന് അറിയില്ല, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണിക്കാൻ തോന്നുന്നുണ്ട്. ഇതിന് 2 സിബാട്ടോ വരുന്നത്. ഫ്രണ്ടിലത്തേൽ എനിക്ക് അത്ര അങ്ങോട്ട് സാധനങ്ങൾ വെക്കാൻ പറ്റില്ല, പക്ഷേ രണ്ടാമത്തത് നല്ലോണം അത്യാവശ്യം സ്റ്റോറേജ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ സ്കൂൾ സപ്ലൈസ് ഒക്കെ ഈ വർഷത്തേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു. ആൻഡ് ഈ വർഷം എനിക്ക് ഇട്ടിട്ട് പോകാനുള്ള ചെരുപ്പ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് സെയിം ഡേ തന്നെയായിരുന്നു ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ വീഡിയോ ഇട്ടവണയിൽ ഇട്ടിട്ടില്ല, കാരണം എനിക്ക് നല്ല മഴയും പെയ്തു, എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പോയത് അന്ന് തന്നെയായിരുന്നു. അന്ന് ഞാൻ ആ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. നല്ല മഴക്കാരുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വാശി പിടിച്ച് പോയതാണ് കേട്ടോ ചെരുപ്പ് പിടിക്കാനായിട്ട്. പാബ്ലോല പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ പറഞ്ഞു ബാക്ക് ടു സ്കൂളിൻ്റെ മുകളിലുണ്ട്, അവിടെ പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് ഈ വോക്കറോടെ അങ്ങനത്തെ വീക്കീസിഡൊക്കെ പോലത്തെ ചെരുപ്പില്ലേ ബ്ലാക്ക് സ്കൂളിലേക്ക്, എനിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് അത് ഇട്ടിട്ട് ക്ലാസ്സിലിരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അത് ഉണങ്ങാനും ഭയങ്കരമായിട്ട് സമയമെടുക്കും. അപ്പോഴത്തേക്ക് അടുത്ത മഴ പെയ്തു. അപ്പോൾ അത് കാരണം എനിക്ക് അങ്ങനത്തെ ടൈപ്പിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും അടിയിൽ വന്നു. ഞങ്ങൾക്ക് അടിയിലൊന്നും ഇഷ്ടമാവാണ്ടാണ് മുകളിലേക്ക് പോയത്. എന്നിട്ട് വീണ്ടും അടിക്ക് വന്നു. ആ വന്ന കാരണം എനിക്കിത് ഈ ഒരു ചെരുപ്പ് കിട്ടിയിട്ടോ. ഇതൊരു ബ്ലാക്കാണ്. അത്യാവശ്യം ഈ ഒരു മഴക്കാലത്ത് ഇടാൻ പറ്റിയൊരു ഫൈബർ ടൈപ്പ് പോലത്തെ ഒരു സംഭവം. റേറ്റും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഈ ഒരു ഗോൾഡൻ സാധനം ഉണ്ട്, അത് മാത്രമേ എനിക്ക് പോകുന്നൊരു പേടിയുണ്ട്. ബാക്കി ഇടാനായിട്ട് ഭയങ്കര കംഫർട്ടബിളാണ്. ഇത് നമ്മുടെ കാല് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിരിക്കും കേട്ടോ, അങ്ങനത്തെ ഒരു ടൈപ്പ് സാധനം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പാപ്പന്മാരുടെ മോഡലാണ് ശരിക്കും പറയാൻ വെച്ചാൽ, പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഈ മോഡൽ ഇഷ്ടപ്പെട്ടോ? ഇപ്പോൾ മഴക്കാലത്തേക്കൊക്കെ ഇതാണ് നല്ലത്, ഇങ്ങനത്തെ ടൈപ്പ് മേടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എനിക്ക് എന്തായാലും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ചെരുപ്പ്, ബ്ലാക്കും ആവും ചെയ്തു, നല്ല രസമുണ്ട്. ഇതിൻ്റെ സൈസ് എനിക്ക് കറക്റ്റ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഭാഗ്യത്തിന്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. നിങ്ങൾ സ്കൂൾ ഷോപ്പിംഗ് ചെയ്തു എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക.
ഞാൻ എന്തായാലും ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഞാൻ പോയത്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ബാഗും സാധനങ്ങളൊന്നുമില്ല. ബാഗൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പോകണം, അല്ലെങ്കിൽ നല്ല നല്ല ബാഗുകളൊക്കെ പോയിട്ടുണ്ടാവും. ഇങ്ങനത്തെ സാധനങ്ങൾ എങ്ങനെ പോയാലും കടയിലുണ്ടാവും. അപ്പോൾ അത് കാരണം ഞാൻ ലേറ്റ് ആയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക എങ്ങനത്തെയാണ് നിങ്ങൾ മേടിച്ചതെന്നുള്ളതൊക്കെ. പിന്നെ ഞാൻ മേടിച്ച സാധനങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.